നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിനു നേരെ ഗുണ്ടെറിഞ്ഞു. ആദിലക്ഷ്മി ഹോട്ടലിന് നേരെയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ഗുണ്ടെറിഞ്ഞത്. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി. ദശമി ദിവസമായ ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്നും തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് സംഘം എത്തി തീ അണച്ചു. കുന്നംകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച് അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുന്നിലാണ് അപകടമുണ്ടായത്. വാർത്തകൾ വിശദമായി. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടിയിൽ സ്കൂട്ടറിൽ എത്തിയ അജ്ഞാതൻ ഹോട്ടലിനു നേരെ ഗുണ്ടെറിഞ്ഞു. ചൊവ്വല്ലൂർ പടി സെന്ററിലെ ആദിലക്ഷ്മി ഹോട്ടലിനു നേരെയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ഗുണ്ടെറിഞ്ഞത്. സ്കൂട്ടറിലെത്തിയ യുവാവ് ഗുണ്ട് കത്തിച്ചെറിഞ്ഞ ശേഷം രക്ഷപ്പെട്ടു. ഹോട്ടലിൽ നിന്നും പുറത്തിറങ്ങി വരികയായിരുന്ന കുട്ടിയുടെ ദേഹത്ത് തട്ടിയ ഗുണ്ട് തെറിച്ചുപോയി. ഗുണ്ട് പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ് ഗുരുവായൂർ പോലീസ് സ്ഥലത്തെത്തി. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് പതിനായിരങ്ങളെത്തി. ദശമി ദിവസമായ ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ക്ഷേത്രത്തിൽ കഴിഞ്ഞ 30 ദിവസമായി നടന്നുവരുന്ന വിളക്കാഘോഷങ്ങൾക്ക് ഏകാദശിയോടെ പരിസമാപ്തിയാകും. ദേവസ്വമക ഉദയാസ്തമന പൂജയോടെയാണ് ഏകാദശി ദിവസത്തെ വിളക്കാഘോഷം. രാവിലെ നടന്ന കാഴ്ചശീവേലിയിൽ കൊമ്പൻ ഇന്ദ്രസൻ സ്വർണ്ണക്കോലമേറ്റി. വിഷ്ണുവും ചെന്താമരാക്ഷനും പറ്റാനകളായി. തുടർന്ന് പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് 3 ആനകളോടെ എഴുന്നള്ളിപ്പായിരുന്നു. പല്ലശ്ശന മുരളിയുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യം അകമ്പടിയായി. തിരിച്ചെഴുന്നള്ളിപ്പിന് ഗുരുവായൂർ മുരളിയുടെ നാഗസ്വരവുമുണ്ടായിരുന്നു. ദശമി ദിവസമായ ഞായറാഴ്ച പുലർച്ചെ തുറന്ന ക്ഷേത്രനട ഇനി പൂജകൾക്കല്ലാതെ ചൊവ്വാഴ്ച രാവിലെ 8 വരെ അടക്കില്ല. തിരക്ക് കണക്കിലെടുത്ത് ദർശനത്തിന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷയ്ക്കുമായി കൂടുതൽ പോലീസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെയും സേവനം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും രഥം എഴുന്നള്ളിപ്പുണ്ടാകും. രാത്രി വിളക്കെഴുന്നള്ളിപ്പ് 11 തുടങ്ങി വെളുപ്പിന് 2 സമാപിക്കുക. ചൊവ്വാഴ്ച രാവിലെ ദ്വാദശിയൂട്ട് കഴിഞ്ഞ് ശുദ്ധിക്കു ശേഷം ഗോപുരവാതിൽ അടയ്ക്കും. പിന്നീട് വൈകിട്ട് 3:30 മാത്രമേ തുറക്കുകയുള്ളൂ. ക്ഷേത്രത്തിനകത്ത് ശീവേലി അടക്കമുള്ള എല്ലാ ചടങ്ങുകളും നടക്കും. ഈ സമയം ക്ഷേത്രത്തിന് പുറത്ത് വിവാഹമടക്കമുള്ള ചടങ്ങുകൾ നടത്തില്ല. ദ്വാദശി ദിവസമായ നാളെ പുലർച്ചെ വേദജ്ഞർക്ക് ദക്ഷിണ നൽകി തുളസി തീർത്ഥം സേവിക്കുന്നതോടെയാണ് ഏകാദശി വ്രതം പൂർണ്ണമാകുക. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് സംഭവം. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്നും തീ പടരുകയായിരുന്നു. മുറിയിലെ ഉപകരണങ്ങൾ കത്തിനശിച്ചു. ജനൽ ചില്ലുകൾക്കും ചുമരുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് മുറിയിൽ ജീവനക്കാർ ഉണ്ടായിരുന്നു. തീ പടരുന്നത് കണ്ടതോടെ ഇവർ ഇറങ്ങി ഓടുകയായിരുന്നു. ഉടൻ ഫയർഫോഴ്സ് സംഘമെത്തി തീ അണച്ചു. ഞാൻ വന്ന് ലൈറ്റും ഫാനൊക്കെ ഓണാക്കി ഒരു 10-15 മിനിറ്റ് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് അവിടെ ഇരിക്കുന്നത് എഴുതാൻ വേണ്ടി ബുക്കൊക്കെ എടുത്തിട്ട് ഒരു സൗണ്ട് കേട്ടു. പിന്നെ പൊട്ടണ സൗണ്ട് കേട്ടു. ഞാൻ വിചാരിച്ചു ഇനി ആരെങ്കിലും വന്നിട്ട് അത് മെഷീൻസുകളൊക്കെ ഓണാക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവിടെ എണീറ്റിട്ട് ഞാനിങ്ങനെ കറന്ന് നോക്കുമ്പോഴാണ് സ്റ്റെബിലൈസറിൻ്റെ തീ പാടണം കണ്ടപ്പോൾ സ്റ്റെബിലൈസറിൻ്റെ മുകളിൽ നിന്നാണ് തീ പാടുന്നത്. അങ്ങനെ പെട്ടെന്ന് ഞാൻ അങ്ങനെ നോക്കുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് കിട്ടതിന് ശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നു. പിന്നെ ഞാൻ കാഷ്വാലിറ്റിയിൽ പോയി പറഞ്ഞു ഇങ്ങനെ അവിടെ കത്തുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും വന്നു നോക്കി. ഞങ്ങൾ വേഗം വന്ന് മെയിൻ സ്വിച്ചൊക്കെ ഓഫാക്കിയിട്ട് ഞാൻ പുറത്തിരുന്നു. വേഗം ഒളിപ്പിച്ചിട്ട് പുറത്തിരുന്നിട്ട് നോക്കുമ്പോൾ പിന്നെയും അവിടെ നിന്ന് ഇങ്ങനെ പുകയും വരുന്നുണ്ട്, കറുത്ത പുകയും വരുന്നുണ്ട്. പിന്നെ ഞാൻ രണ്ടാമതും വേഗം പോയി സിസ്റ്റർമാരോടൊക്കെ വിളിച്ച് എല്ലാവരും വന്നു. പിന്നെ ഞങ്ങൾ പോലീസിനെ അറിയിച്ച് ഫയർഫോഴ്സിനെ അറിയിച്ച് ഇവിടെ എല്ലാ ആൾക്കാരെയും അറിയിച്ചു എല്ലാവരും വന്നു.
കുന്നംകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച് അപകടം, ആർക്കും പരിക്കില്ല. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുന്നിലാണ് അപകടമുണ്ടായത്. എറണാകുളത്ത് നിന്നും എടപ്പാളിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന കാർ അശ്രദ്ധമായി തിരിച്ചതോടെ ആംബുലൻസും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് സമീപത്തെ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. രോഗി ഉണ്ടായിരുന്നതിനാൽ അപകടശേഷം ആംബുലൻസ് യാത്ര തുടർന്നു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. റോഡിനു കുറുകെ ചാടിയ നായയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ എതിരെ വന്നിരുന്ന കാറിലിടിച്ച് അപകടം. ഓട്ടോ ഡ്രൈവർ മുല്ലശ്ശേരി സ്വദേശി വാസന് പരിക്കേറ്റു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 പുന്നൂക്കാവ് സെന്ററിനടുത്ത് വാട്ടർ ടാങ്കിന് മുൻവശത്താണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങളുടെയും മുൻഭാഗം തകർന്നു. മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവുനായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചിട്ടും നടപടി സ്വീകരിക്കില്ലെന്ന് ആക്ഷേപമുണ്ട്. ഓട്ടോറിക്ഷ പെട്ടെന്ന് നായ ക്രോസ് ചെയ്തപ്പോ ഓട്ടോറിക്ഷ മറിഞ്ഞു, കാർമേലേക്ക് മറിഞ്ഞു. അതുണ്ടായത് പെട്ടെന്നായ കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടുവിട്ടത് അയാൾക്ക് ഡ്രൈവർക്ക് പരിക്കുണ്ട്. ശാന്തി ഹോസ്പിറ്റലിൽ. ചാവക്കാട് നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് നഗരസഭ 3-ാം വാർഡ്. ഇരു മുന്നണികളും കരുത്തരായ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കുമ്പോൾ BJPയും ഇത്തവണ മത്സര രംഗത്തുണ്ട്. ഹാട്രിക് വിജയം കൈവരിക്കാൻ LDF ഇത്തവണ മുൻ കൗൺസിലറും CPM മുൻ ലോക്കൽ സെക്രട്ടറിയുമായ KH സലാമിനെയാണ് ഗോദയിൽ ഇറക്കിയിട്ടുള്ളത്. 3-ാം തവണയാണ് സലാം മത്സര രംഗത്തിറങ്ങുന്നത്. UDFനായി മുൻ നഗരസഭാ കൗൺസിലറും UDF നിയോജക മണ്ഡലം കൺവീനറും കോൺഗ്രസ് ചാവക്കാട് മണ്ഡലം പ്രസിഡന്റുമായ KV ഷാനവാസാണ് മത്സര രംഗത്തുള്ളത്. BJPക്കായി ശ്രീധരൻ കൂർക്കപ്പറമ്പിലാണ് മത്സരിക്കുന്നത്. 2005-ലും 2015-ലും കൗൺസിലറായിരുന്ന താൻ ഉൾപ്പെടെ LDF കൗൺസിലർമാർ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും അതിന്റെ തുടർച്ച ഉണ്ടാകുമെന്നും KH സലാം പറഞ്ഞു. ചാവക്കാട് നഗരസഭയുടെ 3-ാം വാർഡിൻ്റെ വികസനങ്ങളും ആ നിലയിൽ കഴിഞ്ഞ തുടർച്ചയായ 20 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ നമുക്ക് എണ്ണി പറയാൻ കഴിയുന്ന അനവധി പ്രവർത്തനങ്ങളാണ് നമുക്ക് 3-ാം വാർഡിനകത്ത് നടത്താനായിട്ടുള്ളത്. അതുപോലെ തന്നെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ എനിക്ക് ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ജനങ്ങൾ നൽകിയ ആത്മവിശ്വാസം എന്നിൽ വലിയ രീതിയിൽ കരുത്താർജിക്കുന്നുണ്ട്. അവർ നൽകുന്ന പിന്തുണയാണ് എന്നെ ഈ തിരഞ്ഞെടുപ്പിനെ വളരെ നിഷ്പ്രയാസമായി ഞാൻ ഈ തിരഞ്ഞെടുപ്പിനെ കാണുന്നത് എന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാറുള്ളത്. എന്നാൽ തുടർച്ചയായി LDF ഭരണവും LDF കൗൺസിലറും വാർഡിൽ ഉണ്ടായിട്ടും വാർഡിൽ കാര്യമായ വികസനമുണ്ടായില്ലെന്ന് UDF സ്ഥാനാർത്ഥി KV ഷാനവാസ് പറഞ്ഞു. ഡിസംബർ 11 ചാവക്കാട് നഗരസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തിരുവത്ര നോർത്ത് 3-ാം വാർഡിൽ നിന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് ഈ വാർഡിലെ 3 റൗണ്ട് പ്രചരണം പൂർത്തീകരിച്ചപ്പോൾ വളരെ തികച്ച ആത്മവിശ്വാസത്തോടു കൂടിയാണ് പ്രചരണവുമായി മുന്നോട്ട് പോകുന്നത്. ഈ വാർഡൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അത് ഈ തിരുവത്ര 3-ാം വാർഡിൻ്റെ സമഗ്രമായ മാറ്റമാണ്. എനിക്ക് പ്രചരണത്തിനിടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ അതാണ്. അതുകൊണ്ട് തീർച്ചയായും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ഈ മുന്നേറ്റത്തിൽ ഈ വാർഡിലെ ജനങ്ങൾ എന്നോടുകൂടെ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. തീർച്ചയായും ഞാൻ ഈ വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വർഷങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾക്ക് പരിഹാരമുണ്ടായിട്ടില്ല. വാർഡിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യമായ രീതിയിൽ നടക്കാത്തതുമൂലം തെരുവുനായ ഉൾപ്പെടെയുള്ളവയുടെ ശല്യം രൂക്ഷമാണെന്നും KV ഷാനവാസ് പറഞ്ഞു. 2010-ൽ 4-ാം വാർഡിൽ നിന്നും കൗൺസിലറായ ഷാനവാസ് 3-ാം തവണയാണ് മത്സരത്തിനായി ഇറങ്ങുന്നത്. 2020-ൽ 4-ാം വാർഡിൽ നിന്നും മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒരു മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് യാഥാർത്ഥ്യമാകുമെന്നും KV ഷാനവാസ് പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ 44-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി AV ഷറഫുദ്ദീൻ പ്രകടന പത്രിക പുറത്തിറക്കി. വാഴപ്പള്ളി പേരകം പൗരസമിതിയുടെ സ്ഥാനാർത്ഥിയാണ് ഷറഫുദ്ദീൻ. പൗരസമിതി കൺവീനർ ഡൊമിനി വാഴപ്പള്ളി സ്ഥാനാർത്ഥിക്ക് പ്രകടന പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. ചെയർമാൻ ഡോക്ടർ PA രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രസിഡന്റ് PS മണി, സെക്രട്ടറി CL സണ്ണി, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ CK തോബിയാസ് തുടങ്ങിയവർ സംസാരിച്ചു.
പുനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവ്യർ ദേവാലയത്തിലെ ഊട്ടുതിരുനാളിന്റെ കൊടിയേറ്റം നടന്നു. രാവിലെ നടന്ന ദിവ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. ഡിസംബർ 7-ാം തീയതിയാണ് ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷിക്കുന്നത്. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കാർമ്മികനായ ദിവ്യബലിക്ക് ശേഷം 9:30 നടക്കുന്ന തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കപ്പൂച്ചിൻ ഫാദർ റോജൻ വാഴപ്പിള്ളി മുഖ്യ കാർമ്മികനാകും. ചെമ്മണ്ണൂർ ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി തിരുനാൾ സന്ദേശം നൽകും. ശേഷം പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ടാകും. തുടർന്ന് പാരിഷ് ഹാളിൽ ഊട്ടുസദ്യ ഉണ്ടായിരിക്കും. കൊടിയേറ്റത്തിന് കൺവീനർ A.J. ജോൺസൺ, ട്രഷറർ KV ജോയ്, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റെജി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ചാവക്കാട് ഏരിയ കുട്ടുങ്ങൽ യൂണിറ്റ് വാർഷിക കൺവെൻഷൻ ജില്ലാ ട്രഷറർ PM പുഷ്പകുമാരി ഉദ്ഘാടനം ചെയ്തു. നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്ന കൺവെൻഷനിൽ പ്രസിഡന്റ് ദിവ്യ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ലളിതാംബിക റിപ്പോർട്ടും ട്രഷറർ സുലോചന കണക്കും അവതരിപ്പിച്ചു. ഏരിയ സെക്രട്ടറി ശൈലജ രവീന്ദ്രൻ മേൽക്കമ്മിറ്റി റിപ്പോർട്ട് അവതരിപ്പിച്ചു. CV മോഹനൻ, മുംതാസ്, സുനിത പ്രേമൻ എന്നിവർ സംസാരിച്ചു. അടുപ്പുട്ടി പള്ളി സെന്റ് ജോർജ് യുവജന പ്രസ്ഥാനം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സൗഹൃദ സന്ധ്യ 2025 സംഘടിപ്പിച്ചു. ഓർമ്മകളുടെ വെളിച്ചം എന്ന പേരിൽ പള്ളിയങ്കണത്തിൽ സംഘടിപ്പിച്ച 50 വയസ്സിന് മുകളിലുള്ളവരുടെ സായാഹ്ന സംഗമം കുന്നംകുളം ബദനി സെന്റ് ജോൺ സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഉദ്ഘാടനം ചെയ്തു. വികാരിയും പ്രസ്ഥാനം പ്രസിഡന്റുമായ ഫാദർ ഗീവർഗീസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നവീൻ C. ജോൺസൺ, ട്രഷറർ VB മജീഷ്, പ്രോഗ്രാം കൺവീനർ CG പ്രസാദ്, വൈസ് പ്രസിഡന്റ് പ്രിയ വിബി, ജോയിന്റ് സെക്രട്ടറി സിനി വിഷിൻ, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. വയോജനങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ഇടവക ട്രസ്റ്റി PK പ്രജോദ്, സെക്രട്ടറി K. ബാബു ഇട്ടു, ഭരണസമിതി അംഗങ്ങൾ, പ്രോഗ്രാം സഹായ കമ്മിറ്റി തുടങ്ങിയവർ നേതൃത്വം നൽകി. ക്രിസ്മസിനോടനുബന്ധിച്ച് മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സിറിയൻ ദേവാലയത്തിൽ 15 അടി വലിപ്പമുള്ള സ്റ്റാർ പള്ളിയങ്കണത്തിൽ ഉയർത്തി. ആത്മീയ സംഘടനയായ മദ്ബഹ ശുശ്രൂഷക സംഘമാണ് നക്ഷത്രം ഒരുക്കിയത്. ഇടവക വികാരി ഫാദർ സക്കറിയ കൊള്ളന്നൂർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മഹിളാ അസോസിയേഷൻ മുനിസിപ്പൽ കമ്മിറ്റി ചാവക്കാട് പ്രതിഷേധ പ്രകടനം നടത്തി. തുടർന്ന് നടത്തിയ പ്രതിഷേധ യോഗം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. പ്രസന്ന രണദിവെ അധ്യക്ഷയായി. MB രാജലക്ഷ്മി, മഞ്ജുഷ സുരേഷ്, ജീന രാജീവ്, ഉമ്മു റഹ്മത്ത് എന്നിവർ സംസാരിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു ആലാപാലം ആധുനിക വാതക ശ്മശാനം സ്മൃതിപദം പ്രവർത്തനം ആരംഭിച്ചു. 2025 ജനുവരി 10 നിർമ്മാണം ആരംഭിച്ച് നവംബർ 3 നിർമ്മാണം പൂർത്തീകരിച്ച് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു നാടിന് സമർപ്പിച്ചിരുന്നു. തുടർന്ന് ചില സാങ്കേതിക കാരണങ്ങളാൽ സംസ്കാര പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല. 1.5 കോടി രൂപ ചെലവിലാണ് ആലാപാലം വാതക ശ്മശാനം സ്മൃതിപദം ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. ശ്മശാനം പ്രാവർത്തികമായതോടെ പ്രദേശവാസികൾക്ക് ആശ്വാസമായി. പുന്നയൂർ പഞ്ചായത്ത് പരിധിയിലെ അതിദരിദ്രരുടെ ലിസ്റ്റിൽപ്പെട്ട കുടുംബങ്ങൾക്ക് പൂർണ്ണമായും സൗജന്യമായാണ് ശ്മശാനത്തിന്റെ സേവനം. PK സുരേഷ് ബാബുവിനാണ് സ്മൃതിപദം സംസ്കാര പ്രവർത്തനങ്ങളുടെ ചുമതല. വെസ്റ്റ് മങ്ങാട് കോട്ടിയാട്ടുമുക്ക് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര മേൽശാന്തി അബിൻ തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസ്വം പൂരം എഴുന്നള്ളിച്ചു. കൊമ്പൻ അക്കിക്കാവ് കാർത്തികേയൻ തിടമ്പേറ്റി. വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളം അകമ്പടിയായി. പ്രാദേശിക പൂരങ്ങൾ വൈകിട്ട് 5:30 മുതൽ ക്ഷേത്ര പ്രദക്ഷിണം നടത്തി. തുടർന്ന് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിൽ കേരളത്തിലെ പേരുകേട്ട ചിറക്കൽ കാളിദാസൻ, തിരുവമ്പാടി ചന്ദ്രശേഖരൻ, ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ, കുന്നത്തൂർ രാമു, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തുടങ്ങി 15 ഗജവീരന്മാർ അണിനിരന്നു. ഉണ്ണിനായരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളവും ഉണ്ടായി. തീർത്ഥം ആഘോഷ കമ്മിറ്റിയുടെ തെയ്യക്കാഴ്ചയും നടന്നു. രാത്രി നടപ്പുര മേളവും അരങ്ങേറി. രാത്രിപൂരം ആവർത്തനത്തോടെ പൂരാഘോഷം സമാപിച്ചു. ക്ഷേത്രം ഭരണസമിതി പ്രസിഡന്റ് KU രവി, സെക്രട്ടറി VV മുരളി, ട്രഷറർ VR രാജേന്ദ്രൻ തുടങ്ങിയ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകി. ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്ര വിളക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഴുവൻ വിളക്കും അന്നദാനവും നടത്തി. ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമം, ഭഗവത് സേവ, ഉച്ചയ്ക്കും രാവിലെയും അന്നദാനവും ഉണ്ടായി. വൈകിട്ട് 7 മണിക്ക് എരുമപ്പെട്ടി പഴവൂർ നവജ്യോതി വിളക്കുയോഗത്തിന്റെ ഉടുക്കുപാട്ടും
മാളികപ്പുറങ്ങളുടെ താലപ്പൊലിയോടും കൂടി എഴുന്നള്ളിപ്പ് കൊച്ചന്നൂർ കരിച്ചാൽ കടവ് അയ്യപ്പൻകാവിൽ നിന്നും പുറപ്പെട്ട് രാത്രി 9:30 ക്ഷേത്ര സന്നിധിയിലെത്തി. മണിഗ്രാമം ഭജനസമിതി ഗുരുവായൂർ ഇരിങ്ങപ്പുറം നയിക്കുന്ന അയ്യപ്പ ഭജനയും ഉണ്ടായിരുന്നു. പാലക്കൊമ്പ് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതിനു ശേഷം പൊലിപ്പാട്ട്, പുലർച്ചെ വെട്ടുംതട, കനലാട്ടം എന്നിവയുമുണ്ടായി. വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ പി ജ്യോതിഷ്, കെ രമേശ്, സുരേഷ് ബാബു പാലക്കൽ, പുഷ്പാകരൻ, സുനിൽകുമാർ തുടങ്ങി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും വിളക്ക് കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. താമരയൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശവിളക്കും അന്നദാനവും നടത്തി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളുണ്ടായി. തുടർന്ന് ആൽക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആന, പഞ്ചവാദ്യം, നാദസ്വരം, കാവടി എന്നിവയോടെ പൂത്താലം എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് അന്നദാനവും ഉണ്ടായി. നിരവധി പേർ സദ്യയിൽ പങ്കെടുത്തു. വൈകിട്ട് 6 മണിക്ക് മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും നാദസ്വരം, താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിൽ എത്തിയതിനു ശേഷം പന്തലിൽ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട, തിരിയൊഴിച്ചിലോടുകൂടി വിളക്കിന് സമാപനമായി. ചിറമനേങ്ങാട് വാസുണ്ണിയും സംഘവുമായിരുന്നു വിളക്കുപാർട്ടി. ചടങ്ങിൽ ദേശവിളക്കിന് 24 വർഷമായി വാദ്യവിസ്മയം തീർക്കുകയും പഞ്ചതായമ്പകയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത അനീഷ് നമ്പീശിനെ അയ്യപ്പ സേവാ സംഘം ആദരിച്ചു. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ പൊന്നാടയണിച്ച് മൊമെന്റോ നൽകിയാണ് ആദരിച്ചത്. അയ്യപ്പ സേവാ സംഘം രക്ഷാധികാരി പി എസ് ശൈലേഷ്, പ്രസിഡന്റ് കെ വി ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതുശ്ശേരി നാറ്റിവിറ്റി ഓഫ് അവർ ലേഡി ദേവാലയത്തിൽ ശതോത്തര സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ആദരണീയം ചടങ്ങ് സംഘടിപ്പിച്ചു. ഇടവകയിൽ മുൻപ് സേവനം ചെയ്ത വികാരിമാർ, കൈക്കാരന്മാർ, മറ്റ് ഔദ്യോഗിക സ്ഥാനം വഹിച്ചിരുന്നവർ എന്നിവരെയാണ് ചടങ്ങിൽ ആദരിച്ചത്. ഫാദർ ജോസ് തത്രത്തിൽ, ഫാദർ ജോൺസൺ ഐനിക്കൽ, ഫാദർ വർഗീസ് പാലത്തിങ്കൽ, ഫാദർ പോൾസൺ തട്ടിൽ, ഫാദർ സെബി ചിറ്റാട്ടുകര, ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ എന്നിവരുടെ നേതൃത്വത്തിൽ സമൂഹബലിയും തുടർന്ന് സ്നേഹവിരുന്നും നടന്നു. ഇടവക വികാരി ഫാദർ ആന്റോ ഒല്ലൂക്കാരൻ, കൺവീനർ സോജൻ ജോസ്, ജനറൽ കൺവീനർ ടി സി ജോർജ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഏകാദശിക്ക് ഗുരുവായൂരിലെത്തിയ ഭക്തർക്കായി ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് സംഭാര വിതരണം നടത്തി. ലയൺസ് ഫസ്റ്റ് ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. റീജിയണൽ ചെയർമാൻ ഗിൽബർട്ട് എസ് പാർമേൽ, സോൺ ചെയർമാൻ രാജേഷ് ജാക്ക്, സോൺ ലേഡി സ്വപ്ന ദേവലാൽ, ക്ലബ്ബ് സെക്രട്ടറി ഒ ടി സൈമൺ, കെ ബി ഷൈജു, സി ഡി ജോൺസൺ, പി ആർ ബിജു, കെ ബി സലീഷ് തുടങ്ങിയവർ സംസാരിച്ചു. 5000-ഓളം പേർക്കാണ് സംഭാരം നൽകിയത്. ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ ഗുരുപാദപുരി അയ്യപ്പസ്വാമി സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ തത്വമസി ഗൾഫ് കമ്മിറ്റി ദേശവിളക്ക് ഉത്സവവും അന്നദാനവും നടത്തി. രാവിലെ വിളക്കുപന്തലിൽ ആശാ സുരേഷിനെ സോപാന സംഗീതാർച്ചന ഉണ്ടായി. വൈകിട്ട് ബ്ലാങ്ങാട് കല്ലുങ്ങൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഉടുക്കുപാട്ട്, ചിന്തുപാട്ട്, കാവടികൾ, നാദസ്വരം, പഞ്ചവാദ്യം, ആന, നാടൻ കലാരൂപങ്ങൾ, തുള്ളൽ, തങ്കരഥം തുടങ്ങിയവയുടെ അകമ്പടിയോടെ 500 പേരുടെ താലത്തോടുകൂടിയുള്ള പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലേക്കുണ്ടായി. ദീപാരാധനയ്ക്കു ശേഷം ഭക്തിഗാനമേള, തുടർന്ന് തിരിയൊഴിച്ചിൽ, പാൽക്കിണ്ടി എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട തുടങ്ങിയവയും നടന്നു. ഉച്ചയ്ക്കും രാത്രിയിലുമായി 10,000 പേർക്ക് അന്നദാനവും നടത്തി. തത്വമസി ഗൾഫ് ഭാരവാഹി എൻ ബി ബിനീഷ് രാജ്, ഗുരുപാദപുരി അയ്യപ്പ സേവാ സംഘം ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തിനിർഭരമായി. പാറപ്പുറം കളപ്പുറത്ത് അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും താലമേന്തിയ മാളികപ്പുറങ്ങളുടെയും ഉടുക്കുപാട്ടിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. കുട്ടഞ്ചേരി അയ്യപ്പ സേവാ സംഘം സതീശനും സംഘവും വിളക്ക് യോഗത്തിന് നേതൃത്വം നൽകി. മണിഗ്രാമം ഇരിങ്ങപ്പുറം ഭജന സംഘത്തിന്റെ ഭജനയും ഉണ്ടായി. തുടർന്ന് അന്നദാനവും നടന്നു.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ മാത്ത് ഫെയർ 2025 സംഘടിപ്പിച്ചു. ബദനി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗണിതശാസ്ത്ര അധ്യാപകൻ MT കുഞ്ഞുമോൻ മാത്ത് ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാർത്ഥികളുടെ കഴിവുകൾ പ്രകടമാക്കുന്നതിനും അവരുടെ വിശകലനശേഷി വർദ്ധിപ്പിക്കുന്നതിനും മാത്ത് ഫെയർ സഹായകമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയ ഗണിത മാതൃകകൾ, പ്രൊജക്റ്റുകൾ, പുതുമയാർന്ന കണ്ടെത്തലുകൾ എന്നിവ പ്രദർശനത്തിലെ പ്രധാന ആകർഷകങ്ങളായിരുന്നു. ഗണിതത്തിന്റെ സങ്കീർണതകളില്ലാതെ വസ്തുതകൾ എളുപ്പമായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന നിരവധി സൃഷ്ടികൾ മാത്ത് ഫെയറിനെ ശ്രദ്ധേയമാക്കി. ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പൽ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ C രാധാമണി, വിദ്യാർത്ഥികളായ ഐഷത്ത്, സിമ്ര, ഡിയാൻ, അജിൻ പുലിക്കോട്ടിൽ എന്നിവർ സംസാരിച്ചു. ഗണിതശാസ്ത്ര വിഭാഗം മേധാവി മിജു ചുങ്കത്തും അധ്യാപകരും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വട്ടമാവ് വിളക്ക് കമ്മിറ്റിയുടെ ഗംഭീര ദേശവിളക്കും അന്നദാനവും ചൊവ്വാഴ്ച നടക്കും. വൈകിട്ട് 5 മണിക്ക് കൊരട്ടിക്കര ശ്രീ മഹാവിഷ്ണു ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നിന്നും താലമേന്തിയ മാളികപ്പുറങ്ങളുടെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. ശേഷം പന്തലിൽ പാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, കനലാട്ടം, വെട്ടുംതട, തിരിയൊഴിച്ചിൽ എന്നിവ നടക്കും. അന്നദാനവും ഉണ്ടായിരിക്കും. ചാവക്കാട് ബോധിധർമ്മ ബൂഡോ കിഡ്സ് ഇന്റർ സ്കൂൾ കരാത്തെ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. രാജ സീനിയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി കാജ എന്റർപ്രൈസസിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ ഷഫീഖ് ഉദ്ഘാടനം ചെയ്തു. രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷമീം ബാവ അധ്യക്ഷത വഹിച്ചു. ബോധിധർമ്മ അക്കാദമി ഡയറക്ടറും ചീഫ് ഇൻസ്ട്രക്ടറുമായ ഹാൻഷി മനോജ് KS മുഖ്യപ്രഭാഷണം നടത്തി. ബോധിധർമ്മ അക്കാദമി ജനറൽ സെക്രട്ടറി സെൻസായ് ഷഹീൻ, രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ മാനേജർ മധുസൂദനൻ, പ്രസിഡന്റ് തുഫൈൽ പൊന്നേത്ത്, CCA കോർഡിനേറ്റർ ജാഫർ എന്നിവർ സംസാരിച്ചു. വിവിധ സ്കൂളുകളിൽ നിന്നായി 300-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കത്ത, കൊമിത്ത ഇനങ്ങളിലായി പങ്കെടുത്ത് വിജയിച്ച കുട്ടികൾക്ക് മെഡലുകളും സർട്ടിഫിക്കറ്റുകളും നൽകി. രാജ സീനിയർ സെക്കൻഡറി സ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. KGM LP സ്കൂൾ അന്തിക്കാട് 2ാം സ്ഥാനവും ഹോളിക്രോസ് സീനിയർ സെക്കൻഡറി സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,960 രൂപ, പവന് 95,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 185 രൂപ. ചരമം. പഞ്ചവടിയിൽ താമസിക്കുന്ന ആച്ചപ്പുള്ളി കുഞ്ഞുമോൻ ഭാര്യ സുലോചന നിര്യാതയായി. 60 വയസ്സായിരുന്നു. സംസ്കാരം പുന്നയൂർ ആധുനിക വാതക ശ്മശാനത്തിൽ നടത്തി. CG, VG, വിഷ്ണു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഗുരുവായൂർ ചവല്ലൂർ പടിയിൽ സ്കൂട്ടറിലെത്തിയ അജ്ഞാതൻ ഹോട്ടലിനു നേരെ ഗുണ്ടെറിഞ്ഞു. ആദിലക്ഷ്മി ഹോട്ടലിന് നേരെയാണ് ഇന്നലെ രാത്രി 10 മണിയോടെ ഗുണ്ടെറിഞ്ഞത്. ഏകാദശി വ്രതശുദ്ധിയുടെ ദർശന പുണ്യം തേടി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് 10,000 എത്തി. ദശമി ദിവസമായി ഇന്നലെ തുടങ്ങിയ ഭക്തജന പ്രവാഹം ദ്വാദശി ദിവസമായ നാളെ രാവിലെ വരെ തുടരും. ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ എക്സ്റേ യൂണിറ്റിന് തീപിടിച്ചു. എക്സ്റേ റൂമിലുള്ള സ്റ്റെബിലൈസറിൽ നിന്നും തീ പടരുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തി തീ അണച്ചു. കുന്നംകുളം തൃശൂർ റോഡിൽ ആംബുലൻസും കാറുകളും കൂട്ടിയിടിച്ച അപകടം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:45 കുന്നംകുളം സൈമൺസ് കണ്ണാശുപത്രിക്ക് മുന്നിലാണ് അപകടമുണ്ടായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.